സിപിഐഎം പാർട്ടി കോൺഗ്രസിന് നാളെ പതാക ഉയരും. രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾ ഇന്ന് സമ്മേളന നഗരിയിൽ സംഗമിക്കും. വെൺമണി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥ നാളെ രാവിലെയോടെ സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ മധുരയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, അങ്ങനെ എല്ലാ രീതിയിലും പാർട്ടി കോൺഗ്രസിനെ വരവേൽക്കാൻ മധുര ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നാളെയാണ് പതാക ഉയരുക. ഏത് രീതിയിലാണ് ക്രമീകരണങ്ങൾ? ആര്യ, തീർച്ചയായിട്ടും 24-ാം പാർട്ടി കോൺഗ്രസിനെ വരവേൽക്കാൻ മധുര പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് സീതാറാം യെച്ചൂരി നഗറിലാണ്. ഈ സീതാറാം യെച്ചൂരി നഗറിലെ നമ്മൾ ഈ നിൽക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഹാളിൽ വെച്ചാണ് നാളെ പ്രതിനിധി സമ്മേളനം നടക്കുക. നാളെ ഉച്ചയോടുകൂടിയായിരിക്കും പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാവുക. രാവിലെ പതാക ജാഥ ഇങ്ങോട്ടേക്ക് ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരും. ഇവിടെ വെച്ച് മുതിർന്ന നേതാവ് ബിപിൻ ബസുവാണ് നാളെ പതാക ഉയർത്തുക. രാവിലെ 8 മണിയോട് കൂടിയായിരിക്കും പതാക ഉയർത്തുക. അതിനുശേഷം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് ഉച്ചയോടുകൂടി പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. അതിനു മുമ്പായിട്ട് ഇന്ന് ദീപശിഖ സംഗമം ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരും. അത് 5 രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖകളാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുക. രാവിലെയോടുകൂടി തന്നെ, അതായത് അല്പസമയത്തിനകം ഈ ദീപശിഖകൾ 5 രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾ ലീലാവതി രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തും. അവിടെ വെച്ച് സംഗമിച്ച ശേഷം മധുരയിലെ വിവിധ ഇടങ്ങളിൽ ഈ ദീപശിഖയ്ക്ക് സ്വീകരണമുണ്ട്. അതിനുശേഷം വൈകിട്ടോടു കൂടിയാണ് ദീപശിഖ സംഗമം സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരുക. പിന്നീടാണ് ഞാൻ പറഞ്ഞതുപോലെ പതാക ജാഥ നാളെ രാവിലെ എത്തിച്ചേരുക. പതാക ജാഥ കീഴ് വെൺമണിയിൽ നിന്നാണ്, അവിടുത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പതാക ജാഥ ആരംഭിച്ചത്. നാളെ രാവിലെ ഇങ്ങോട്ടേക്ക് സമ്മേളന നഗരിയിലേക്ക് പതാക ജാഥ എത്തുകയും പതാക ഇവിടെ കൺട്രോൾ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള AK പത്മനാഭന് കൈമാറും. പിന്നീടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പതാക ഉയർത്തൽ നടക്കുക. അതിനുശേഷം ഇത്തരത്തിൽ പ്രതിനിധി സമ്മേളനം നടക്കും. ഇതിനു പുറമെ ഈ 2 മുതൽ 6 വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളന കാലയളവിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് വിവിധ കലാപരിപാടികൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. ചലച്ചിത്ര രംഗ മേഖലകളിലും സാംസ്കാരിക മേഖലകളിലുമുള്ള നിരവധി പ്രമുഖരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് വിവിധ സാംസ്കാരിക പരിപാടികളിലായിട്ടാണ് സിനിമാ പ്രവർത്തകരായിട്ടുള്ള പ്രകാശ് രാജ്, അതോടൊപ്പം തന്നെ മറ്റ് സംവിധായകരായിട്ടുള്ള വെട്രിമാരൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. വിജയ് സേതുപതി ഈ സമ്മേളനത്തിൽ ചില പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ആര്യ, ശരി, എന്തായാലും പാർട്ടി കോൺഗ്രസിനെ വരവേൽക്കാൻ മധുര എല്ലാവിധത്തിലും തയ്യാറായി കഴിഞ്ഞു. വിഷ്ണു തലവൂരാണ് മധുരയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത്.